ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു, അത്ര വലിയ മിടുക്കനൊന്നുമല്ല. ഓവറോൾ ഇപ്പോൾ ഒരു 12 years എക്സ്പീരിയൻസ് ഉണ്ട് IT ഇൻഡസ്ട്രിയിൽ. എൻ്റെ വർക്ക് ലൊക്കേഷൻ ന്യൂയോർക്കിലാണ്. ബ്രദർ വഴി തന്നെയാണ് ഞാൻ നിർമ്മൽ സാറിനെ കുറിച്ച് അറിയണതും. എനിക്ക് പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, കൂടെ അറിയാവുന്നത് 12th പഠിച്ചിട്ടുള്ള C++, അതുകൊണ്ട് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയറും ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്കത് പഠിപ്പിച്ചു തരും. വിത്തിൻ ഗിവൺ ടൈം നമ്മൾ ആ കോഡ് എഴുതി അപ്ലോഡ് ചെയ്യുക. അത് പാസ്സാകുമ്പോഴാണ് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പഠിച്ചിട്ടുള്ള കാര്യമായത് കാരണം എനിക്കത് ഭയങ്കര സിമ്പിളായിരുന്നു. അപ്പോൾ കോഗ്നിസെന്റിൽ കയറുമ്പോൾ ഫസ്റ്റ് പ്രോജക്റ്റ് MVC ആണ്. നമ്മൾ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ ക്ലയൻറ്റ് ന്യൂയോർക്കിലാണ്, മാൻഹാറ്റനിൽ. ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്യാണ്. അതിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊന്നും പോസിബിൾ അല്ല. ഹായ് എവരിവൺ, ഗുഡ് മോർണിംഗ്. ഞാനൊരു ഫോമർ സ്റ്റുഡൻ്റ് ആണ് ഐട്രിച്ചിൽ. സോ ഞാനിപ്പോൾ ഈ വെബിനാറിന് ജോയിൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു കരിയർ ജേർണി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അപ്പോൾ എനിക്ക് ഓവറോൾ ഇപ്പോൾ ഒരു 12 years എക്സ്പീരിയൻസ് ഉണ്ട് IT ഇൻഡസ്ട്രിയിൽ. ഞാനിപ്പോൾ കോഗ്നിസനിൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വർക്ക് ലൊക്കേഷൻ ന്യൂയോർക്കിലാണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ആയിരുന്നു. ഇപ്പൊ 2007 ഞാൻ എഞ്ചിനീയറിംഗിൽ ജോയിൻ ചെയ്തത്. സോ ആ സമയത്ത് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ 12th കഴിഞ്ഞ എല്ലാവരും ബിടെക്കിന് പോകാന്നുള്ളതായിരുന്നു. ആൻഡ് അന്നത്തെ ഏറ്റവും ഡിമാൻഡിങ് ഇതെന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. പക്ഷെ എനിക്ക് അതിന് സീറ്റ് കിട്ടിയില്ല. സോ ഞാൻ ഇൻസ്ട്രുമെന്റേഷനാണ് ജോയിൻ ചെയ്തത്, വിച്ച് ഇസ് ഓൾമോസ്റ്റ് സിമിലർ. ലാസ്റ്റ് ഇയർ മാത്രമാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. അങ്ങനെ 2011 ഞാൻ പാസ് ഔട്ട് ആയി. ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു, അത്ര വലിയ മിടുക്കനൊന്നുമല്ല. സോ ഇപ്പോൾ ലീഡിങ് കമ്പനീസിന്റെ ഒക്കെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ക്ലാസ്സിലെ ഫ്യൂ സ്റ്റുഡൻസിനൊക്കെ പ്ലേസ്മെന്റ് കിട്ടിയിരുന്നു അന്ന്. അങ്ങനെ ട്രൈ ചെയ്തിട്ട് എനിക്കൊരു മാനുഫാക്ചറിങ് കമ്പനിയിൽ കിട്ടി കേരളത്തിൽ തന്നെ. ഞാനൊരു ട്രെയിനി ആയിട്ട് അവിടെ ജോയിൻ ചെയ്തു. ഒരു 2 to 3 months ഞാൻ അവിടെ വർക്ക് ചെയ്തു. പക്ഷെ അതിന് ശേഷമാണ് ഞാനൊരു കരിയർ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുത്തത്. അത് എൻ്റെ പേഴ്സണൽ ഒരു ഡിസിഷനാണ്. എനിക്കത് ഐ ഫെൽറ്റ് ഐ ആം നോട്ട് കംഫർട്ടബിൾ ഇൻ ദാറ്റ് സോൺ. അതിപ്പോ ഞാനതിനെ കുറ്റം പറയല്ല, അത് എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ആ ഒരു ആ ഒരു എൻവയോൺമെന്റ് ഭയങ്കര ഒരു ഹീറ്റ് ഉള്ളതോ അല്ലെങ്കിൽ ഒരു ഭയങ്കര നോയ്സ്ഫുൾ ഒരു ഒരു എൻവയോൺമെന്റ് ആണ്. പിന്നെ എന്നെ ആദ്യം ഇട്ടിരുന്നത് ഒരു മാനുഫാക്ചറിങ് സൂപ്പർവൈസിങ് സെക്ഷനിലാണ്. അപ്പോൾ ആ മാനുഫാക്ചറിങ് കണ്ടിന്യൂ ആയി നടക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളതിന്റെ സപ്പോർട്ടിങ് ആക്ടിവിറ്റീസ് ആണ് കൂടുതൽ. സോ നമുക്കൊന്ന് ഇരിക്കാന്നുള്ള ഒരു സംഭവം ഇല്ല. നമ്മൾ ത്രൂ ഔട്ട് ദ 9 hour ഷിഫ്റ്റിൽ നമ്മൾ ഫുൾ ടൈം നിൽക്കുവോ നടക്കുവോ, എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ അങ്ങനെ ഒരു 2-3 months വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫിസിക്കലിയും മെന്റലിയും ഭയങ്കര എക്സോസ്റ്റഡ് ആയി. സോ ആ ഒരു പോയിന്റിൽ ഒരു കരിയർ സ്വിച്ച് വേണം എന്നുള്ളൊരു ഡിസിഷനിലെത്തി. എൻ്റെ പാരൻസും ഫാമിലിയൊക്കെ അത് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ IT എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ വലിയൊരു ബോർഡം അങ്ങനെ ഒന്നും തോന്നിയിരുന്നില്ല. അപ്പൊ IT പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളതായി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അപ്പോഴും എൻ്റെ ബ്രദർ തന്നെയാണ് എന്നെ ഗൈഡ് ചെയ്തത്. .NET അന്ന് ഏറ്റവും എളുപ്പമുള്ള പഠിക്കാൻ, അപ്പൊ നീ അത് പഠിച്ചാൽ മതി എന്ന് ബ്രദർ പറഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത് .NET പഠിക്കാം. അപ്പൊ ബ്രദർ വഴി തന്നെയാണ് ഞാൻ നിർമ്മൽ സാറിനെ കുറിച്ച് അറിയണതും. നിർമ്മൽ സാർ നടത്തുന്ന തൃശ്ശൂരിലെ ഐട്രിച്ച് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ വന്ന്, അപ്പൊ ASP.NET ആണ് അന്നത്തെ ഒരു ട്രെൻഡിങ് ടെക്നോളജി ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ASP.NET ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു. അപ്പൊ അത് അന്ന് ഒരു 4 months 6 months എന്തോ ഡ്യൂറേഷൻ കോഴ്സ് എന്തോ ആണ്. സോ എനിക്കാണെങ്കിൽ IT, എനിക്ക് പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, കൂടെ അറിയാവുന്നത് 12th പഠിച്ചിട്ടുള്ള C++, അതുകൊണ്ട് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയറും ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ നോളേജ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഐട്രിച്ചിന്റെ ആ ഒരു ട്രെയിനിങ് ഇപ്പൊ സൗദ പറഞ്ഞതുപോലെ
ആ ഒരു അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു അന്ന്. അപ്പൊ എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് HTML, എന്താണ് CSS, എന്താണ് ജാവാസ്ക്രിപ്റ്റ്, ഈ മൂന്നും ചേരുമ്പോഴാണ് ഒരു ബ്രൗസറിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നത്. പിന്നെ അതിന്റെ സെർവർ സൈഡിൽ .NET C#, അപ്പൊ അതിന്റെ ബേസിക് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്കത് പഠിപ്പിച്ചു തരും. തിയറി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മളത് ചെയ്ത് ഗ്രാജുവലി ഒരു 6 months, ഓവർ 6 months പീരീഡ് ആയപ്പോഴേക്കും എനിക്ക് ഒരു പ്രോജക്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒക്കെ ഒരു കോൺഫിഡൻസ് ഒക്കെ ആ സമയത്തായി. അപ്പൊ നമ്മൾ സ്വയം ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് സബ്മിറ്റ് ചെയ്യും. അതിന്റെ ഒപ്പം തന്നെ ഈ അജൈൽ മെത്തഡോളജി എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ അതിനെ കുറിച്ചുള്ളതും പ്രോജക്ട് ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള ട്രെയിനിങ്സും അതിലുണ്ടായിരുന്നു. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഊപ്സ് കോൺസെപ്റ്റ്, അതെല്ലാം ഇതെല്ലാം ട്രെയിനിങ്ങിന്റെ പാർട്ടായിട്ട് പഠിച്ചിട്ടുള്ളതാണ് ആ സമയത്ത്. അതുപോലെ ആർക്കിടെക്ചേഴ്സ് എങ്ങനെയാണ് ഒരു അന്നൊക്കെ ഒരു മൾട്ടി ടയർ ആർക്കിടെക്ചറാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് MVC ഫ്രെയിം വർക്ക് ഒക്കെ വരുന്നത്. അങ്ങനെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ എന്നിട്ട് ഞാൻ കുറച്ചു കാലമൊക്കെ സ്റ്റിൽ ഐട്രിച്ചില് പോവുമായിരുന്നു. അപ്പൊ അവിടെ ഒരു IT സെക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അവിടുത്തെ കുറച്ച് പേരൊക്കെ എനിക്ക് ഇങ്ങനെ പരിചയമുണ്ട്. അപ്പൊ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി MVC ഒക്കെ ഒന്ന് പഠിച്ചെടുക്കാന്നുള്ളതായിരുന്നു എന്റെ ഇന്റൻഷൻ. അങ്ങനെ അത് കുറച്ചൊക്കെ ഞാൻ പഠിച്ച് എടുത്തായിരുന്നു ആ സമയത്ത്. അങ്ങനെ എനിക്ക് ഒരു ഇന്റർവ്യൂ കോള് വരുന്നത്, അപ്പൊ അന്ന് ഈ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് കളമശ്ശേരിയില് അതൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ടൈമാണ് ആ സമയത്ത്. അപ്പൊ അവിടെ നിന്ന് ഒരു ഇന്റർവ്യൂ കോള് വന്നു. അപ്പൊ ആദ്യം ഒരു ഓൺലൈൻ ടെസ്റ്റ് ആയിരുന്നു. അപ്പൊ അതില് അവരൊരു യൂസർ സ്റ്റോറി തന്നു. അത് നമ്മൾ വിത്തിൻ ഗിവൺ ടൈം നമ്മൾ ആ കോഡ് എഴുതി അപ്ലോഡ് ചെയ്യുക. അത് പാസ്സാകുമ്പോഴാണ് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വരുന്നത്. അപ്പൊ അത് ഒരു നമുക്ക് ഇവിടെ പഠിച്ചിട്ടുള്ള കാര്യമായത് കാരണം എനിക്കത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. അത് പിന്നെ ഇന്റർവ്യൂവിന് ഫേസ് ടു ഫേസ് പോയപ്പോഴും അവർ അതിൽ നിന്ന് ബേസ് ചെയ്താണ് ചോദ്യം ചെയ്തത്. അപ്പൊ ചെയ്ത കാര്യം പറയാനും വലിയ പാടില്ല. അപ്പൊ അത് ആ ഒരു ഇന്റർവ്യൂ ത്രൂ ആയി. 3 years ഞാൻ അവിടെ നിന്നു. അപ്പൊ കോഗ്നിസെന്റിൽ കയറുമ്പോ ഫസ്റ്റ് പ്രോജക്ട് MVC ആണ്. അപ്പൊ MVC അവിടെ പോയി ശരിക്കും ഞാൻ അവിടെ നിന്ന് കട്ടുപഠിച്ചതാണെന്ന് വേണേൽ ഞാൻ പറയാം. ഞാൻ അവിടെ സൈഡിൽ കൂടെ ഒക്കെ പോയിരുന്ന് പഠിച്ചതാണ്. അങ്ങനെ പഠിച്ചെടുത്ത കാരണം എനിക്ക് അതും അവിടെ ആപ്ലിക്കബിൾ ആയി. MVCയും ആ ഒരു പ്രൊജക്റ്റും അവിടെ നിന്ന്. പിന്നെ ഒരു 8 years ആയി ഞാൻ കോഗ്നിസെന്റിൽ. അതിൽ 2016 തൊട്ട് അസോസിയേറ്റ് പ്രോജക്ട് എന്ന് പറഞ്ഞ ഡെസിഗ്നേഷനിലാണ് എനിക്ക് ആദ്യം കിട്ടിയത്. പിന്നെ 2020 ഞാൻ സീനിയർ അസോസിയേറ്റ് അല്ലെങ്കിൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള ഒരു റോളിലേക്ക് മാറി. ഇപ്പോ ഞാനിപ്പോ എനിക്കൊരു ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റി അവിടെ നിന്ന് തന്നെ വന്ന്. ഞാനിപ്പോ എന്റെ ക്ലയന്റ് ന്യൂയോർക്കിലാണ്, മാൻഹാറ്റനിൽ. ഞാനിപ്പോ അവിടെ വർക്ക് ചെയ്യാണ്. എന്നെ ടാഗ് ചെയ്തിരിക്കുന്നത് ഫുൾ സ്റ്റാക്ക് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗിലേക്കാണ്. അപ്പോൾ ഫുൾ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു UI ചെയ്യാൻ അറിയണം, അതുപോലെ സെർവർ സൈഡ് കോഡിങ് അറിയണം, ഡാറ്റാബേസ് പ്ലസ് ഒരു ക്ലൗഡ് അറിയണം. ഇത്രയും വരുമ്പോഴാണ് ഒരു ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഒരാളെ ഏത് പ്രൊജക്റ്റിലും കൊണ്ട് പ്ലേസ് ചെയ്യാൻ എളുപ്പമാണ് ഇവർക്ക്. നമുക്ക് സ്കില്ലില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇതെല്ലാം എല്ലാ ഏരിയയിലും നമുക്ക് അറിയാവുന്ന കാരണം എന്തെങ്കിലും ഒരു പ്രൊജക്ട് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് കൊണ്ട് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫുൾ സ്റ്റാക്ക് സർട്ടിഫിക്കേഷൻ ഞാൻ കോഗ്നിസെന്റിൽ നിന്ന് തന്നെ എടുത്താണ്. ഇവിടെ ഇപ്പൊ അറൌണ്ട് ദ ഗ്ലോബ് ഇഷ്ടംപോലെ സെന്റർ ഓഫ് ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയും മാൻഹാറ്റൻ. എല്ലാ കമ്പനീസും ബിഗ് കമ്പനീസ് ഒക്കെ ഇവിടെയാണ്. അപ്പൊ നമ്മള് അതുപോലത്തെ ഉള്ള ആൾക്കാരായിട്ടൊക്കെ മീറ്റ് ചെയ്യുന്നു. നമ്മുടെ ടീമിലായാലും അക്രോസ് ദ ഗ്ലോബ് ഉള്ള പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു വർക്കിംഗ് കൾച്ചർ എന്നൊക്കെ പറയുന്ന ഒരു 8 to 5 hour 5 o'clock വരെയുള്ള ഒരു ടൈമിലാണ് നമ്മുടെ വർക്ക്. ഈ ഒരു 12 years ജേർണിയിൽ ഇപ്പൊ ഞാൻ നമ്മള് അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്കിപ്പോ .NET പഠിച്ചു തുടങ്ങിയെങ്കിലും ഇപ്പൊ പൈത്തൺ ചെയ്യാൻ ഇപ്പൊ ഞാൻ പൈത്തണിൽ കൂടി UI ഫ്രെയിം വർക്ക് ആംഗുലറിൽ ഉണ്ട്. പിന്നെ ക്ലൗഡിൽ AWS ആണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ ഡോക്കർ, കുബർനെറ്റീസ്, ഡാറ്റാബേസ് ഐഡി പറയുകയാണെങ്കിൽ MySQL, ഒറാക്കിൾ, പോസ്റ്റ്ഗ്രേ, സ്നോഫ്ലേക്ക്,
അങ്ങനെയുള്ള ഡാറ്റാബേസ് ഒക്കെ ഇപ്പൊ ഹാൻഡ്സ് ഓൺ ചെയ്യുന്നതാണ്. ഇതെല്ലാം ഇതിന്റെ ടേണിംഗ് പോയിന്റ് ആ ഒരു IT പഠിക്കണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതും അതിന് ഐട്രിച്ച് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും പോസിബിൾ അല്ല. സോ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയി എനിക്ക് അത് പറ്റിയെങ്കിൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്. IT ഇൻഡസ്ട്രി ഇപ്പൊ സൗദയുടെ കൺസേൺ കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് IT ഇൻഡസ്ട്രി ഡൗൺ ആവുന്നൊരു അങ്ങനെ ഒരു ഡൗട്ടിന്റെ ആവശ്യം തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നോക്കിയാൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കാത്തൊരു ദിവസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഉണ്ട് ഇവിടെ. പിന്നെ AI ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു 11 months ആയിട്ട് ഞാൻ കോപൈലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് ഇല്ലാണ്ടാവുന്നില്ല. അത് യൂസ് ചെയ്യാൻ അറിയണമല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ നമുക്ക് അത് പഠിക്കാന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് ഒരിക്കലും അത് വന്ന് നമ്മളെ റീപ്ലേസ് ചെയ്യുന്നില്ല. നമ്മൾ അതിനെ പഠിച്ച് നമ്മൾ അതിനോട് കോ എക്സിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓവർ ടു യു അർച്ചന.